വിജയകൃഷ്ണൻ കുനിഞ്ഞു കൈനീട്ടി നവമിയെ ഒന്ന് തൊടാൻ നോക്കിയെങ്കിലും പെട്ടെന്ന് അയാൾ കൈ പിൻവലിച്ചു കളഞ്ഞു. തൻ്റെ വെറും ഒരു സ്പർശനത്തിനോ ആശ്വാസവാക്കുകൾക്കോ തണുപ്പിച്ച് കളയാനാകില്ല അവളുടെ മനസ്സിലെ താപം. ഉലയിൽ വെച്ച് പഴുപ്പിച്ചെടുത്ത ഇരുമ്പിനേക്കാൾ തീവ്രമായ ചൂടുണ്ടാകും അവളുടെ ഹൃദയത്തിന്. തൻ്റെ ഒരു സാന്ത്വന വാക്ക് ആ താപനിലയിൽ ഒരു നീരാവിയായി മാഞ്ഞു പോവുകയേ ഉള്ളൂ. അയാൾ 2 നിമിഷം കൂടി കാത്തുനിന്നു. മോളെ, അയാൾ ഇടറിയ ശബ്ദത്തിൽ വിളിച്ചു. അനുമോൾ താഴെയുണ്ട്. അവൾ ഏത് നിമിഷവും ഇങ്ങോട്ട് കടന്നു വന്നേക്കാം. അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിപ്പോയാൽ. അയാൾ അത്രയും പറഞ്ഞപ്പോഴേക്കും 2 കൈകൾ കൊണ്ടും വായ പൊത്ത് പിടിച്ചുകൊണ്ട് മുഖമുയർത്തി വിജയകൃഷ്ണനെ അവൾ നോക്കി. നിന്റെ സങ്കടം അച്ഛന് ഊഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണെന്ന് എനിക്കറിയാം മോളെ. പക്ഷേ എന്തു ചെയ്യാൻ? ചില നേരങ്ങളിൽ വിധിക്ക് മുമ്പിൽ മനുഷ്യന് നിസ്സഹായനായി പോകേണ്ട അവസ്ഥ വരാറുണ്ട്. ആ അവസ്ഥയിലൂടെയാണ് മോളെ നീയിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്നും അങ്ങനെയൊന്നും ആയിരിക്കണമെന്നില്ല മോളെ. എല്ലാം മാറും, മാറിയേ തീരൂ. നവമി മുഖത്തു നിന്നും കൈകൾ മാറ്റാതെ കണ്ണുകൾ അടച്ചുകൊണ്ട് അയാൾക്ക് മുമ്പിൽ എണീറ്റ് നിന്നു. താൻ പറയുന്നതൊക്കെ അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. പ്രായത്തിനേക്കാൾ പക്വത കാണിക്കുന്ന അവളുടെ ആ സ്വഭാവമായിരുന്നു അയാൾക്കേറെ ഇഷ്ടം. നീ ചെന്ന് മുഖം കഴുകിയിട്ട് വാ. ഞാൻ ഈ പറഞ്ഞതെല്ലാം നിന്റെ കുഞ്ഞു മനസ്സിനെ എത്രത്തോളം ഉലച്ചു കളയുമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നിന്നെ ഞാൻ ഇക്കാര്യങ്ങളൊന്നും അറിയിക്കുമായിരുന്നില്ല മോളെ. നിർത്താതെ നീർത്തുള്ളികൾ ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്ന അവളുടെ മുഖം അയാൾ 2 കൈ കൊണ്ടും കോരി പിടിച്ചു. കരയരുത്. നീ തളർന്നു പോകുന്നത് കാണാൻ അച്ഛന് വയ്യ മോളെ. എല്ലാവരും ചുറ്റിനുമുണ്ടായിരുന്നിട്ടും നിനക്ക് ആരോരുമില്ലാത്തവളായി കഴിയേണ്ടി വന്നില്ലേ? അതും 1-2 വർഷമല്ല, നീണ്ട 20 വർഷങ്ങൾ. കുറച്ച് ദിവസങ്ങൾ കൂടി ഈ അച്ഛന് താമോളെ. അതിനുള്ളിൽ നിനക്ക് എല്ലാവരെയും തിരിച്ചു കിട്ടിയിരിക്കും. ഇത് ഞാൻ എൻ്റെ മോൾക്ക് തരുന്ന വാക്കാ, പോരെ? അവൾ മെല്ലെ കണ്ണുകൾ തുറന്ന് അയാളെ നോക്കി. അവളുടെ കൺകോണിലെങ്ങോ ജീവിതത്തിനോട് പ്രത്യാശ തോന്നുന്ന ഒരു തിരുനാളം ആളുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. ഇടയ്ക്കിടെ ശക്തിയായി വീശുന്ന കാറ്റിനും ആ തിരുനാളത്തേക്ക് എടുത്തു കളയാനാവുന്നില്ല. അച്ഛാ, അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ വിളിച്ചു. പറഞ്ഞോ മോളെ, എന്താ വേണ്ടത് നിനക്ക്? എന്നെ ഉപേക്ഷിച്ച് കളയല്ലേ അച്ഛാ. എനിക്കൊന്നും വേണ്ട. ആരാലും ഞാൻ അംഗീകരിക്കപ്പെടേണ്ട. എനിക്ക് അച്ഛൻ്റെ മോളായി ജീവിച്ചാൽ മതി. മരിക്കുവോളം എനിക്ക് വേറൊന്നും വേണ്ടച്ചാ. അച്ഛൻ പറയുന്നതെന്തും ഞാൻ അനുസരിച്ചോളാം. അവളുടെ ഉച്ചയിടറി വാക്കുകൾ മുറിഞ്ഞു പോയപ്പോൾ അയാൾ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. പിന്നെ അവളുടെ തിരുനെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. അയാളുടെ കണ്ണിൽ നിന്ന് തീച്ചൂടുള്ള 2 നീർത്തുള്ളികൾ അവളുടെ തൂവള്ള നെറ്റിയിലേക്ക് വീണു. തൻ്റെ ഫോണിലേക്ക് പ്രവീണയുടെ കോൾ വരുന്നത് കണ്ട് സുമംഗല ഫോൺ കാതോട് ചേർത്തു. അമ്മ വീട്ടിലെത്തിയോ? എങ്ങനെയുണ്ടവിടെ? ഭരണം അവളങ്ങ് ഏറ്റെടുത്ത മട്ടാണോ? പ്രവീണയ്ക്ക് അതറിയാനായിരുന്നു ധൃതി. നിന്നോട് ഇങ്ങോട്ട് പോന്നോളാൻ പറഞ്ഞതല്ലേ ഞാൻ. സന്ദീപ് വന്നാലുടൻ ഇങ്ങോട്ട് വരാൻ പറയ്. ഞാൻ വീട്ടിനുള്ളിൽ കയറിയില്ല, സിറ്റ് ഔട്ടിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഞാൻ ഇനി അങ്ങോട്ട് വരണമെങ്കിൽ അവൾ ആ വീട്ടിൽ കാണാൻ പാടില്ലെന്ന് പറഞ്ഞതല്ലേ അമ്മേ ഞാൻ. അമ്മ ആദ്യം അവളെ അവിടെ നിന്നും പുകച്ച് പുറത്ത് ചാടിക്കാൻ നോക്ക്. പിന്നെ തീരുമാനിക്കാം ഞാൻ അങ്ങോട്ട് വരണോ വേണ്ടയോ എന്ന്. അതിന് മറുപടി പറയാതെ സുമംഗല കോൾ കട്ട് ചെയ്തു. പിന്നെ മെല്ലെ നടന്നു ചെന്ന് ഹാളിലേക്ക് കയറി. അവിടെ നിന്നുകൊണ്ട് അവർ ചുറ്റിനും നോക്കി. താൻ ഇവിടെ നിന്ന് പോകും മുമ്പേ വീടും പരിസരമെല്ലാം എങ്ങനെയിരുന്നോ ഇപ്പോഴും അവർക്ക് അവിടമെല്ലാം അതുപോലെ തന്നെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഹാളിൽ ഓരോന്നും അതാതിൻ്റെ സ്ഥാനത്ത് കൃത്യതയോടെ ഇരിപ്പുണ്ട്. ഒരു സാധനവും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിവെച്ചിട്ടില്ല. ചെറിയൊരു അശ്രദ്ധ മൂലം പോലും ഒന്നിനും സ്ഥാനചലനം സംഭവിച്ചിട്ടില്ല. അന്നത്തെ പത്രം പോലും താളുകൾ ചുളിയാതെ ടീപ്പോയുടെ പുറത്തിരിപ്പുണ്ട്. അവർ കരുതിയത് ഇങ്ങനൊന്നുമല്ലായിരുന്നു. താനിവിടെ നിന്നും പോകുന്നതോടെ എല്ലാവരും ചേർന്ന് വീട് കീഴ്മേൽ മറിച്ചിട്ടുണ്ടാവുമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ ജഗദമ്മ എല്ലാം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അനുറാണി മയങ്ങി എണീറ്റ് അമ്മയുടെ റൂമിൽ നിന്നും പുറത്തിറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച സുമംഗല ഹാളിൽ നിന്നും അവിടെയും ഇവിടെയും നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. അമ്മേ, അവൾ അമ്പരപ്പോടെ വിളിച്ചുകൊണ്ട് സുമംഗലയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. സുമംഗല ആദ്യമായി കാണും പോലെ അവളെ അടിമുടിയൊന്ന് നോക്കി. 2 ദിവസം തൻ്റെ മകളിൽ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ലെന്ന് അവർക്ക് തോന്നി. അമ്മ എപ്പോഴാ വന്നേ അമ്മേ? അച്ഛനെ കണ്ടില്ലേ അമ്മ? അവൾ സുമംഗലയെ തൊടാനായി കൈനീട്ടിയപ്പോൾ സുമംഗല ആ കൈ തട്ടിമാറ്റി കളഞ്ഞു. അമ്മയോ? അങ്ങനെ ഒരാളെ നിനക്ക് ഓർമ്മയുണ്ടോടി? ഞാനിവിടെ നിന്ന് പോയിട്ട് ഒരു തവണയെങ്കിലും നീ എന്നെ ഒന്ന് വിളിച്ചോടി. എന്നിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു അമ്മയുടെ വിശേഷം തിരക്കാൻ. തൊട്ടുപോകരുതെന്നെ. അനുറാണി പെട്ടെന്ന് കൈ പിൻവലിച്ചു. അമ്മ എന്നെയും വിളിച്ചില്ലല്ലോ. ഞാനും അച്ഛനും എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്ന് പോലും അമ്മ ഒന്ന് വിളിച്ചന്വേഷിച്ചോ? ഇല്ലല്ലോ. അവൾ പരിഭവപ്പെടും പോലെ പറഞ്ഞു. എന്നുവെച്ചാൽ നീയും നിന്റെ അച്ഛനും ഇവിടെ പട്ടിണി കിടക്കുമായിരുന്നല്ലോ അല്ലേ? നിനക്കൊക്കെ വച്ച് വിളമ്പി തരാൻ 2 ബാല്യക്കാരികൾ ഉണ്ടായിരുന്നല്ലോടി ഇവിടെ. പിന്നെ നീ ആരോടാ പരാതി പറയുന്നത്? 2 ബാല്യക്കാരികളോ? അതാരാ അമ്മേ? ജഗദമ്മ ചേച്ചിയാണോ അമ്മ ഉദ്ദേശിച്ചത്? എങ്കിൽ ചേച്ചി ഇവിടെ നിന്ന് പോയിട്ട് 2 ദിവസമാകുന്നു.
ജഗദമ്മ പോയോ? എവിടേക്ക്? ജഗദമ്മ ചേച്ചിയുടെ മോളെ RCCയിൽ കൊണ്ടുപോകാനുള്ള ഡേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൾ തിരിച്ചു വന്നില്ലേ? ഇല്ല. ജഗദമ്മ ചേച്ചി വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു വേണമെങ്കിൽ 3-4 ദിവസം കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന്. ഓ, വീട്ടുജോലി ചെയ്യാൻ ഇവിടെ നീ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും നിന്റെ അച്ഛൻ അവൾക്ക് ലീവ് നീട്ടിക്കൊടുത്തത്. ഞാനോ? എനിക്ക് എന്തറിയാം അമ്മേ, അടുക്കള ജോലി ചെയ്യാനും വീട് വൃത്തിയാക്കാനുമൊക്കെ എല്ലാം നവമി ചേച്ചിയാ ചെയ്യുന്നത്. ആഹാരമുണ്ടാക്കുന്നതും വീടും പരിസരവും വൃത്തിയാക്കുന്നതും ചെടിക്ക് നനയ്ക്കുന്നതും എല്ലാം. അല്ലെങ്കിൽ അമ്മ നോക്ക്, ജഗദമ്മ ചേച്ചി ഉള്ളപ്പോൾ കിടന്നത് പോലാണോ നമ്മുടെ വീടിപ്പോൾ? ഒരു പൊടിയോ മാറാലയോ എവിടെയെങ്കിലും കാണിച്ചു തരാവോ അമ്മയ്ക്ക്? നമ്മൾ എന്ത് മനസ്സിൽ കരുതുന്നോ അത് അതേപോലെ നവമി ചേച്ചി ചെയ്തിരിക്കും. ഒന്നും ചേച്ചിയോട് ആരും പറഞ്ഞു കൊടുക്കണ്ട. നിർത്തടി. അവിടെ ഒരു നവമി ചേച്ചി ഏതോ ഒരു തൊഴുത്തിൽ കിടന്ന് പുഴുവിനെ പോലെ നുരഞ്ഞവളാ അവൾക്കിപ്പോൾ വലുത്. സ്വന്തം പെറ്റമ്മയെ പോലും അവൾക്കിപ്പോൾ വേണ്ട. അവളുടെ ഒരു ചേച്ചി. മിണ്ടിപ്പോകരുത് ഇനി ആ നശൂലത്തിൻ്റെ പേര്. ഈ കുടുംബം നശിപ്പിക്കാൻ പിറവിയെടുത്ത അവിടെ ഒരു വിശേഷവും എനിക്ക് കേൾക്കണ്ട. കനലെരിയുന്ന ഒരു നോട്ടം അനുവിനെ നോക്കിയ ശേഷം സുമംഗല തൻ്റെ റൂമിലേക്ക് പോന്നു. അസ്വസ്ഥമായ മനസ്സോടെ അവർ ചെന്ന് തൻ്റെ ബെഡിലേക്ക് ഇരുന്നു. കുറച്ചു നേരമായി മനസ്സിനൊരു ആശ്വാസമുണ്ടായിരുന്നത് ഇപ്പോൾ പോയി കിട്ടിയെന്ന് അവർ ഓർത്തു. ഒരു വിഷസർപ്പം തനിക്ക് മുമ്പിൽ പണം വിടർത്തി നിൽക്കുന്നത് പോലെയാണ് നവമി എന്ന പേര് കേട്ടപ്പോൾ അവരുടെ മനസ്സിൽ തെളിഞ്ഞു വന്നത്. വാതിലിൽ മെല്ലെ തട്ടുന്ന ഒച്ച കേട്ടപ്പോൾ നവമി ചെന്ന് ഓടാമ്പൽ മാറ്റി വാതിൽ തുറന്നു. വെളിയിൽ അനുറാണി നിൽക്കുന്നത് കണ്ട് നവമി അവളെ കണ്ണുമയ്ക്കാതെ നോക്കി നിന്നു. ഇവൾ എന്തുകൊണ്ടാണ് തന്നോട് ഇത്രയും അനുകമ്പ കാണിച്ചിരുന്നതെന്ന് ഇപ്പോൾ നവമിക്ക് മനസ്സിലാകുന്നു. തിരിച്ചറിയാതെ പോയിട്ടും ഒരമ്മയുടെ വയറ്റിൽ പിറന്നതിൻ്റെ മാത്രം ഗുണമാകാം അത്. മോളെ എന്ന് വിളിച്ച് അവളെ ഒന്ന് തന്നോട് ചേർത്ത് നിർത്തണമെന്ന് അവൾക്ക് ആഗ്രഹം തോന്നിയെങ്കിലും നവമി അത് പണിപ്പെട്ട് മനസ്സിൽ തന്നെ അടക്കി. ചേച്ചി, ഇത് ഞാനാ. ചേച്ചിക്ക് എന്നെ മനസ്സിലായില്ലേ? അനുറാണി തങ്ങളുടെ രണ്ടുപേരുടെയും മുഖത്തിനിടയിൽ കൈകൊണ്ട് വീശി കാണിച്ചു. അച്ഛൻ എവിടെ ചേച്ചി? അവൾ നവമിയോട് ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചെന്നു. വിജയകൃഷ്ണൻ ബെഡിൽ ഇരിക്കുന്നത് കണ്ടിട്ട് അവൾക്കൊരു പന്തികേട് തോന്നി. അച്ഛൻ്റെ മുഖത്ത് പതിവിൽ കവിഞ്ഞൊരു അവശത കാണാനുണ്ടോ? അച്ഛാ, താഴേക്ക് വാ, അവിടെ അമ്മ വന്നിട്ടുണ്ട്, അവൾ പറഞ്ഞു. വിജയകൃഷ്ണൻ ഒന്ന് ഞെട്ടിയതുപോലെ മുഖമുയർത്തി. എന്തു പറ്റി അച്ഛാ? അച്ഛനെന്തെങ്കിലും വല്ലായ്കയുണ്ടോ? അയാളുടെ മുഖം വിയർക്കുന്നത് കണ്ട് അനു അടുത്തേക്കിരുന്നു. അച്ഛന് കുടിക്കാൻ വല്ലതും വേണോ? അവൾ തിരക്കി. മോള് പോയി ഇത്തിരി വെള്ളം എടുത്തുകൊണ്ട് വരുമോ? അച്ഛൻ ഒരു പരവേശം പോലെ. അയാൾ ഒരു കൈകൊണ്ട് നെഞ്ചിൽ തിരുമ്മി. അയാൾ പറയുന്നത് കേട്ടതും നവമി താഴേക്ക് വെള്ളമെടുക്കാനായി പോയി. അച്ഛന് സുഖമില്ലേ അച്ഛാ? അയാൾ നെഞ്ചിൽ തൊട്ടിരുന്ന കൈക്ക് മീതെ നവമി തൻ്റെ കൈവച്ചു. അച്ഛൻ ഒരു അസുഖവുമില്ല. നീ വെറുതെ അച്ഛനെ ഒരു അസുഖക്കാരനാക്കല്ലേ മോളെ, അയാൾ അവളോട് വാത്സല്യത്തോടെ പറഞ്ഞു. നവമി കൊണ്ടുവന്ന വെള്ളം അയാൾ ആർത്തിയോടെ കുടിച്ചു. ഇനി നിങ്ങൾ ഇവിടെ ഇരുന്ന് ഓരോന്ന് സംസാരിച്ചിരിക്കുക. അച്ഛൻ താഴേക്ക് പോകട്ടെ മക്കളെ, നാളെ രാവിലെ പോവല്ലേ ഇവൾ. അയാൾ അവരെ നോക്കിക്കൊണ്ട് എണീക്കാൻ നേരം എങ്ങനെയോ ഒന്ന് വേച്ചുപോയി. അച്ഛാ എന്ന വിളിയോടെ അവരിരുവരും അയാളെ ഇരുവശത്തു നിന്നും താങ്ങിപ്പിടിച്ചു. അങ്ങനൊന്നും വീഴില്ല മക്കളെ അച്ഛൻ, അയാൾ തനിക്കൊന്നുമില്ലെന്ന മട്ടിൽ നിസ്സാരമായി പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. വാതിൽക്കൽ നിന്നിട്ട് അയാൾ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. അവർ തന്നെ നോക്കി നിൽക്കുകയാണെന്ന് കണ്ടപ്പോൾ അയാൾ ഭിത്തിയിൽ ഒരു കൈ പിടിച്ചുകൊണ്ട് തിരിച്ചിറങ്ങി പോന്നു. അച്ഛനെ ഇത്രയ്ക്കും അവശതയോടെ ഇതുവരെ ഞാൻ കണ്ടിട്ടേയില്ല ചേച്ചി, എനിക്കെന്തോ പേടി തോന്നുന്നു, അനുറാണി അച്ഛൻ പോയ വഴിയെ നോക്കി നിന്ന് പറഞ്ഞു. ഒരു മനുഷ്യായുസ് മുഴുവൻ മനസ്സിലൊളിപ്പിച്ചിരുന്ന ചില മായകൾ മനസ്സ് വിട്ട് പുറത്തേക്ക് വന്നതിൻ്റെ ആകുലതയാകും അതെന്നാണ് പക്ഷെ നവമി കരുതിയത്.